Welcome to my channel. So last class we were discussing about alkenes, that is in the lesson hydrocarbon. We have discussed about alkane, alkene and alkyne. Today we are going to discuss a very important and interesting topic, aromatic compounds or aromatic hydrocarbons. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഞാൻ ആദ്യമേ പറയുന്നത് ഒരിക്കലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കാണരുത് ഇത്. കാരണം ഇതിന്റെ ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് വേണം, എന്നാലേ നമുക്ക് പ്ലസ് ടുവിലാണെങ്കിലും ഈ ലെസണിലാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോകാർബണിൽ തന്നെ ആൽക്കൈൻ ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ്. ദീസ് ആർ ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ ഹാവിംഗ് എ പ്ലസന്റ് ഓർഡർ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു അരോമ, നമുക്കറിയാം അരോമ മീൻസ് എ പ്ലസന്റ് സ്മെല്ലിംഗ്. അപ്പം ഈ ഒരു അപ്പൊ നിങ്ങൾ എല്ലാ പ്ലസന്റ് സ്മെല്ലിങ്ങും അല്ല നമ്മൾ പറയാണ്. ദാറ്റ് ഈസ് ദീസ് ആർ ഹൈഡ്രോകാർബൺസ്. ഇത് ഹൈഡ്രോകാർബൺസിന്റെ ഒരു ഗ്രൂപ്പാണ്. ദേ ആർ ഹാവിംഗ് എ പ്ലസന്റ് സ്മെൽ and they contain at least one benzene ring. അവരിൽ അധികവും കാണാം ഒരു ബെൻസീൻ റിംഗ്. ബെൻസീൻ എന്താ നമുക്കറിയാലോ അല്ലെ, നമ്മൾ പഠിച്ചതാണ് ബെൻസീൻ റിംഗ്. That is, aromatic hydrocarbons are those compounds which are having a group of a class of hydrocarbon which are having a pleasant smell and they contain at least one benzene ring. അപ്പം എല്ലാ aromatic compound benzene ring ഉണ്ട്? No, there are many compounds or there are many aromatic hydrocarbons which does not contain a benzene ring but they contain highly unsaturated ring structure. അവരിൽ എന്തുണ്ടാവും? ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു റിംഗ് സ്ട്രക്ചർ അവരിൽ കാണും. ഇപ്പൊ ഇതൊരു ഇൻട്രോയിൽ പറയുമ്പോൾ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്താണ് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് വാട്ട് ഈസ് മെൻ aromatic compounds? Aromatic compounds are a group of hydrocarbons which are having, or aromatic hydrocarbons, a group of hydrocarbons or a group of compounds which are having a pleasant smell, or pleasant odor, and they contain at least one benzene ring. The aromatic compounds, benzene ring ഉള്ള aromatic compound നമ്മള് benzenoid compounds എന്നും അല്ല benzenoid aromatic compounds എന്നും. And the aromatic compound which does not contain benzene ring, പക്ഷെ അതിൽ benzene ring ഇല്ല, but they contain highly unsaturated. കാരണം ബെൻസീനിൽ നിങ്ങൾ കണ്ടല്ലോ ഡബിൾ സിംഗിൾ അപ്പൊ ഹൈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിനാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. സിംഗിൾ ബോണ്ടഡ്സിൽ നമ്മൾ എന്താ പറയാ? സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ്. അപ്പം അറ്റ്ലീസ്റ്റ് വൺ ബെൻസീൻ റിംഗ് ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിന് നമ്മൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്നും, ബെൻസീൻ റിംഗ് ഇല്ലാത്ത കോമ്പൗണ്ട്സിന്, അതായത് അരോമാറ്റിക് കോമ്പൗണ്ട്സിന് നമ്മൾ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്നും പറയും. ഇപ്പൊ നോൺ ബെൻസിനോയിഡ് ഉണ്ട്, ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ബെൻസിനോയിഡ് കോമ്പൗണ്ട്, അതായത് ബെൻസീൻ ഉള്ള കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ഇതിലെ കുറെ ആൾക്കാരുടെ പേര് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഓഫ് ദി ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. ഇതെല്ലാവർക്കും അറിയാം. ഇതെന്താണ്? ദിസ് ഇസ് നോൺ ആസ് ബെൻസീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പേര് അറിഞ്ഞിരിക്കണം, ഇതിന്റെ സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. ദിസ് ഇസ് എന്താ അറിയോ? ദിസ് ഇസ് നാഫ്തലീൻ. ഇതിന്റെ പേരെന്താണ്? ബെൻസീൻ. ദിസ് ഇസ് നാഫ്തലീൻ. രണ്ട് ബെൻസീൻ റിംഗ് ഫ്യൂസ്ഡ് ആയിരിക്കുന്ന കോമ്പൗണ്ട്. ദിസ് ഇസ് നാഫ്തലീൻ. അടുത്തത് ആന്ത്രസിൻ. എളുപ്പമാണ് ആലോചിക്കാൻ. ആന്ത്രസിൻ രണ്ടെണ്ണം ഉള്ളത്, നാഫ്തലീൻ മൂന്നെണ്ണം. ഈ മൂന്നിങ്ങനെ റിംഗ് വെറുതെ വരച്ചു വെച്ചാൽ ആവില്ല. ഇതിന്റെ ഉള്ളിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ ഒക്കെ ഓൾട്ടർനേറ്റ് ആണ്, ഒന്ന് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഇടവിട്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഇവിടെ ഡബിൾ ഉള്ളതുകൊണ്ട് ഇവിടെ സിംഗിൾ ആയിരിക്കും. പിന്നെ ഇവിടെ എന്താവും? ഡബിൾ, ഇവിടെ സിംഗിൾ, ഇവിടെ ഡബിൾ, ഇവിടെ സിംഗിൾ, ഇവിടെ ഡബിൾ. ഇവിടെ ഡബിൾ ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം? ദിസ് ഷുഡ് ബി എ സിംഗിൾ. സോ ഡബിൾ സിംഗിൾ ഡബിൾ. ഇവിടെ വേണോ? വേണ്ട. എന്തുകൊണ്ടാ? ഇവിടെ ഡബിൾ, ഇവിടെ സിംഗിൾ, ഇവിടെ ഡബിൾ, ഇവിടെ ഡബിൾ, ഇവിടെ സിംഗിൾ, ഇവിടെ ഡബിൾ. ക്ലിയർ ആണോ? ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ആന്ത്രസീൻ. നമ്മൾ ബെൻസിനോഡ് ആയിട്ടുള്ള, അതായത് ബെൻസീൻ റിംഗ് ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്. അതിൽ ബെൻസീൻ, നാഫ്തലിൻ, ആന്ത്രസീൻ വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് പറഞ്ഞ ബെൻസീന്റെ തന്നെ ഡെറിവേറ്റീവ്സ്, അതായത് ബെൻസീൻ ഓരോന്നിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ടൊളുവിൻ. ഇതിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു, ഓരോന്നും പഠിക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ ഇവരെ കോമൺ നെയിംസ് ആണ്. നമ്മൾ IUPAC അല്ലപ്പോ പറഞ്ഞ കോമൺ നെയിംസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ദിസ് ഇസ് നോൺ ആസ് ടൊളുവിൻ. എന്താണിത്? ടൊളുവിൻ. ഇത് മിഥൈൽ ബെൻസീൻ ആണ്.
ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു OH വന്നാൽ ഇതിനെ പറയും ഫീനോൾ. വെരി ഇമ്പോർട്ടന്റ്. ഫീനോൾ, ടോളുവിൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അനലിൻ. എന്താണ്? അനലിൻ. അയൺ ഗ്രൂപ്പ്, അതായത് എമൈൻ ഗ്രൂപ്പ്. അപ്പൊ എന്തായിരിക്കും എമൈൻ എന്ന് പറഞ്ഞാൽ ഏതാ? NH2. ദിസ് ഇസ് അനലിൻ. ഏതാണ്? ടോളുവിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീഥൈൽ ഡെറിവേറ്റീവ് ഓഫ് ബെൻസീൻ. ഫീനോൾ എന്ന് പറഞ്ഞാൽ OH, ദാറ്റ് ഇസ് ആൽക്കഹോൾ. OH ഫീനോൾ ആണ്. ഇതെന്താണ്? അനിലിൻ. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അസിറ്റോഫീനോൺ ആണ്. അസിറ്റോഫീനോൺ. ഇപ്പൊ ഫീനോൾ ഗ്രൂപ്പ് ഉണ്ട്, അസിറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഫീൻ ഓൺ ആണ്. ഓൺ എന്ന് പറയുന്നത് നമുക്കറിയാം ONE വരുന്നത് കീറ്റോൺസ് ആണ്. അപ്പൊ C++O CH3 ആണ്. CH3 C++O C6H. ഇതിന്റെ പേരെന്താ? അസിറ്റോഫീനോൺ. കണ്ടോ? ഫീനോൺ ഉണ്ട്, അസിറ്റൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് അസിറ്റോഫീനോൺ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ് വരുന്നത്, അതായത് എല്ലാത്തിനും ഡെറിവേറ്റീവ്, മീഥൈൽ ഡെറിവേറ്റീവ് ആയി, OH ആൽക്കോളിക് ഡെറിവേറ്റീവ് ആയി, എമൈൻ ആയി, കീറ്റോണിന്റെ ആയി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ്. ദിസ് ഇസ് കോൾഡ് ആസ് ബെൻസാൾഡിഹൈഡ്. ഒരു ആൽഡിഹൈഡ് ഏതാ? CHO ആണ്. CHO. ദിസ് ഇസ് കോൾഡ് ആസ് ബെൻസാൾഡിഹൈഡ്. ഒക്കെ ഓർത്ത് വെച്ചിരിക്കണം. അറിയില്ല, നമുക്ക് ചിലപ്പോൾ എക്സാമിൽ ചോദിച്ചാലോ. ദെൻ ആസിഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫീനോൾ ഏതായിരിക്കും? ബെൻസീൻ ഏതായിരിക്കും? C++OH. ആസിഡ് ഏതാ? COOH. ഇതിനെ പറയുന്ന പേരാണ് ബെൻസോയിക് ആസിഡ്. ബെൻസീന്റേതായതുകൊണ്ട് ബെൻസോയിക് ആസിഡ്. ടെക്സ്റ്റിലുണ്ട് കേട്ടോ. പിന്നെ എന്താണുള്ളത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്? പിന്നെ ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇതില് ഒരു പൊസിഷൻ വെച്ചിട്ട് പറയാം. ഇപ്പൊ ബെൻസീൻ അറിയാം. ബെൻസീൻ, നാഫ്തലിൻ, ആന്ത്രസീൻ, ടോളുവിൻ, ഫീനോൾ, അനിലിൻ. അയൺ ഗ്രൂപ്പ്. INE ആലോചിച്ചാൽ അതായത് നമ്മുടെ എമൈൻ. അപ്പൊ INE വന്നതുകൊണ്ട് എമൈൻ ഗ്രൂപ്പ് ആയിരിക്കും NH2. ഇത് അസിറ്റോഫീനോൺ. ഓ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത്? കീറ്റോൺ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ബെൻസ് ആൽഡിഹൈഡ്. അപ്പൊ ആൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്. ഇനി ഇപ്പൊ നമ്മള് ഫീനോളിനെ പറയാണ്. നമ്മുടെ ഇപ്പൊ ഫീനോൾ, ദിസ് ഇസ് കോൾഡ് ആസ് ഫീനോൾ. ഈ എവിടെ ഇടാം? എവിടെ വേണമെങ്കിലും OH ഇടട്ടോ. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ വെച്ചോണ്ട് ആ ഫീനോൾ ഒന്നുമില്ല. ഇങ്ങനെ ആയാലും ഫീനോൾ ആണ്, ഇങ്ങനെ എഴുതിയാലും ഇത് ഫീനോൾ ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ ഇങ്ങനെ എഴുതുന്നു എന്നുള്ളൂ. ദിസ് ഇസ് കോൾഡ് ആസ് ഫീനോൾ. ഫീനോളിന് A പൊസിഷൻ ഉണ്ട്. ഇതും സെയിം തന്നെയല്ലേ? ഈ പൊസിഷനും ഈ പൊസിഷനും. ഇതിന്റെ തൊട്ടടുത്തുള്ള പൊസിഷൻ ഇതും ഇത് B പൊസിഷൻ, ഇത് C പൊസിഷൻ. അപ്പം ഈ ഓരോ പൊസിഷനും കമ്പയർ ടു നമ്മൾ ഈ OHനെ കമ്പയർ ചെയ്തിട്ട് ഇത് ഓരോ പൊസിഷനും ഓരോ പേരുണ്ട്. ഈ OHന്റെ തൊട്ടടുത്തുള്ള ഈ രണ്ട് പൊസിഷനും നമ്മൾ പറയും ഓർത്തോ പൊസിഷൻ. എന്താ പറയാ? ഓർത്തോ പൊസിഷൻ. ഇതിന്റെ തൊട്ടടുത്തുള്ള രണ്ട് പൊസിഷൻസ് ഇസ് കോൾഡ് ആസ് ഓർത്തോ പൊസിഷൻ. ഇതെന്താ അറിയാം? ഇതിന്റെ മെറ്റാ പൊസിഷൻ. എന്താണ്? മെറ്റാ പൊസിഷൻ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. നമുക്ക് എപ്പോഴും പാര പണിയുന്ന ആൾക്കാർ, നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് പണിയുന്ന ആൾക്കാർ നമ്മളോട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് ഈ പൊസിഷന്റെ പേരാണ് പാരാ പൊസിഷൻ. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. ആ പൊസിഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള പൊസിഷനെ നമ്മൾ എന്ത് പറയും? പാരാ പൊസിഷൻ. അപ്പം ഇതെന്താണ്? ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ രണ്ട് പൊസിഷൻ നമ്മൾ ഓർത്തു. ഈ രണ്ട് പൊസിഷൻ മെറ്റ ആൻഡ് ദിസ് ഇസ് നോൺ ആസ് പാരാ പൊസിഷൻ. ഇനിയിപ്പോ നോക്കൂ. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ വരയ്ക്കാം ഫീനോളിന്. അങ്ങനെയാണെങ്കിൽ ഓർത്തോ, മെറ്റ, പാര ഏതാ പൊസിഷൻ? OHന്റെ ഈ രണ്ട് പൊസിഷൻ എന്തായിരിക്കും? ഓർത്തോ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് പാര. അപ്പൊ ഇത് രണ്ടും എന്താ? മെറ്റ പൊസിഷൻ. ക്ലിയർ ആയോ? OHന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് പാര, അതിന്റെ തൊട്ടടുത്ത് വരുന്ന രണ്ട് പൊസിഷൻ ഓർത്തോ. അപ്പൊ ഇതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെ പറ്റി 2-3 ആൾക്കാരുടെ പേര് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ മീഥൈൽ ഫീനോളിനെ പഠിച്ചു, ബെൻസീൻ, അതായത് മീഥൈൽ ബെൻസീനെ പഠിച്ചു, ഫീനോളിനെ പഠിച്ചു. ഇതാ ഈ OHCH3 ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ ക്രസോൾ എന്ന്. ഇതിനെ പറയുന്ന പേരെന്താണ്? ക്രസോൾ. എന്താണ്? ക്രസോൾ. ഇതിനെ പറയുന്ന വേറൊരു ഇങ്ങനെ കാണുന്നത് ഓ ക്രസോൾ. ഓ ക്രസോൾ എന്ന് പറഞ്ഞാൽ ഓർത്തോ ക്രസോൾ. അതായത് OHന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 വന്നതുകൊണ്ട് ഇതിന് ഓ ക്രസോൾ. ഓ ക്രസോൾ എന്നല്ല വായിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓർത്തോ ക്രസോൾ.
ഇനി ഈ ഫീനോൾ OH ആണ് ഇവിടെ പ്രിഫറിംഗ് ഗ്രൂപ്പ്. നമ്മൾ നോമൻക്ലേച്ചർ പറയുമ്പോൾ നമുക്കറിയാം കുറെ പ്രിഫറൻസ് ഉണ്ട് അല്ലെ ഓരോ ഗ്രൂപ്പിനും. OH ഉം CH3 കൺസിഡർ ചെയ്യുമ്പോൾ OH നാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പൊ OH ന്റെ ഇവിടെ CH3 വന്നു കഴിഞ്ഞത് എന്താ പറയാ, മെറ്റാക്രസോൾ. എന്തുകൊണ്ടാ? ദിസ് ഇസ് ഓർത്തോ പൊസിഷൻ, ദിസ് ഇസ് ദി മെറ്റാ പൊസിഷൻ, ഇറ്റ്സ് കോൾഡ് ആസ് മെറ്റാക്രസോൾ. ഇതിനെ പറയുന്ന പേരാണ് OH ന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ വാട്ട് ഇസ് ദി നെയിം ഓഫ് ദിസ്? ഇറ്റ് ഇസ് പീക്രസോൾ. ഇതിന് പീക്രസോൾ എന്നല്ല വായിക്കേണ്ടത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് പാരാക്രസോൾ. ഇനി ഇതൊക്കെ ഇവരുടെ കോമൺ നെയിംസ് ആണ്. ഓർത്തോക്രസോൾ, മെറ്റാക്രസോൾ, പാരാക്രസോൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് IUPAC നോമൻക്ലേച്ചർ ഉണ്ടല്ലോ. നമ്മൾ IUPAC ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ വേറൊരു ലെസൺ ഉണ്ടല്ലോ, സം ബേസിക് പ്രിൻസിപ്പൽ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ലെസണിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പൊ ഇതിൽ ഞാൻ അത്രയും സമയം വേസ്റ്റ് ആക്കുന്നില്ല. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതായത് നമ്മളിപ്പോ OH ഉം CH3 ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ OH നാണ് പ്രിഫറൻസ് കൂടുതൽ അല്ലെ. IUPAC അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യുമ്പോൾ OH വരുന്ന കാർബണിന് ഫസ്റ്റ്, ദെൻ കം സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ ഇതിന്റെ പേരാണ് 2-methyl ഫീനോൾ. ഇതിന്റെ പേരെന്താ? 2-methyl ഫീനോൾ. അപ്പൊ ഇതെന്തായിരിക്കും? 1, 2, 3. ദിസ് ഇസ് 3-methyl ഫീനോൾ. അടുത്തത് എന്താ? 1, 2, 3, 4. ദാറ്റ് ഇസ് 4-methyl ഫീനോൾ. അപ്പം ഈ ഓർത്തോ പാരാ മെറ്റാക്രസോളിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞാൽ 2-methyl ഫീനോൾ, 3-methyl ഫീനോൾ ആൻഡ് 4-methyl ഫീനോൾ. അപ്പം ഈ ഒരു ഏരിയയിൽ ഈ ഓരോ പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പാനിലിൻ ആണെങ്കിലും നാഫ്തലീൻ ആണെങ്കിലും ആന്ത്രസീൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും, വെദർ ആന്ത്രസീൻ ഇസ് എൻ ആരോമാറ്റിക് കോമ്പൗണ്ട്, എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് ദി എക്സാമ്പിൾ ഓർ ഗിവിംഗ് ദി സ്ട്രക്ചർ ഓഫ് ദറ്റ് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അപ്പൊ അയ്യോ എന്താ ആന്ത്രസീൻ? അല്ല, ബെൻസീന്റെ അടുത്ത ഫ്രണ്ടാണ് ആരാണ്? നാഫ്തലീൻ. നാഫ്തലീൻ കഴിഞ്ഞിട്ടാണ് ആന്ത്രസീൻ വരുന്നത്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ എല്ലാത്തിന്റെയും പേരെളുപ്പ. ഫീനോൾ ഓൾ ഉള്ള ബെൻസീൻ, പിന്നെ ടൊളുവിൻ അത് കുറച്ച് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത്. പിന്നെ ബെൻസോഫീനോൾ എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്, ഓൺ ഉള്ളതാണ്. ഓൺ എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ബെൻസോയിക് ആസിഡ് തന്നെ ബെൻസീന്റെ മുകളിൽ ഒരു ആസിഡ് അങ്ങ് കൊടുത്താൽ മതി, COOH ആണ്. അങ്ങനെയുള്ള കാര്യം ഇത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റും എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതുമായ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. കുറെ പാർട്ടുകൾ ഉണ്ട് കേട്ടോ ഈ ബെൻസീന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മോളിക്കുലർ ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ബൈ കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ റെസൊണൻസ് ടെബിൾ. അപ്പൊ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. സോ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ? അപ്പൊ ആദ്യം തന്നെ ഇത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ആദ്യം ആലോചിക്കേണ്ടത്, ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് ഒന്നിങ്ങനെ സ്കെലറ്റൽ രീതിയിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ദിസ് ഇസ് ബെൻസീൻ. ഇവിടെ ഡബിൾ, സിംഗിൾ, ഡബിൾ, സിംഗിൾ, ഡബിൾ. ഓക്കെ, ഈ കാർബൺ നമുക്കറിയാം ഒരു കാർബണിൽ 4 വാലൻസി. അപ്പൊ ഈ കാർബണുമായിട്ട് ഒരു ബോണ്ട്, ഈ കാർബണുമായിട്ട് ഒരു ബോണ്ട്, ഈ കാർബണുമായിട്ട് ഒരു ബോണ്ട്. അപ്പൊ ഓൾറെഡി 3 ബോണ്ട്സ് മീൻസ് 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. ബാക്കി ഒന്നുണ്ടല്ലോ, അതാരായിട്ടാണുള്ളത്? ഹൈഡ്രജൻ. അപ്പൊ എല്ലാത്തിലും അങ്ങനത്തെ 1, 2, 3. അപ്പൊ റിമൈനിങ് വിത്ത് ഹൈഡ്രജൻ. ഇതാണ് നമ്മുടെ ബെൻസീന്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം പറയാവുന്നതാണ്. ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ബെൻസീൻ പറയുമ്പോൾ the molecular formula of benzene is C6H6. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. എന്താണ് മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ? C6H6. ഈ മോളിക്കുലർ ഫോർമുല എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു? ഇതിൽ നിന്ന് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ഹൈലി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. കാരണം ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല ഇത് മാച്ച് അല്ല. ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല എന്താ? CnH2n+2. അതായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്തില്ല. ആൽക്കീനും അല്ല ആൽക്കൈനും അല്ല. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ്, ഓർ ദ മോളിക്കുലർ ഫോർമുല എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇസ് എ ഹൈലി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടി, എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ. C6H6 ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഹൈലി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി ഇതിൽ കുറെ റിയാക്ഷൻസ് വേണം സ്ട്രക്ചർ ഓഫ് ബെൻസീൻ പറയാം. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിലെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അത്രയും സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ബെൻസീൻ റിയാക്ട് വിത്ത് ഓസോണായിട്ട് റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ടു ഫോം ട്രൈ ഓസോണൈറ്റ്സ്. അതായത് ബെൻസീന് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ട്രൈ ഓസോണൈറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ട്രൈ ഓസോണൈറ്റ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിംഗ് 3 ഡബിൾ ബോണ്ട്. സോ ബെൻസീൻ, നമുക്ക് റിയാക്ഷൻ ഒന്നും പഠിക്കാനില്ല കേട്ടോ. ബെൻസീൻ റിയാക്ട് വിത്ത് ഓസോൺ ടു ഫോം ട്രൈ ഓസോണൈറ്റ്സ്.
ട്രൈ ഓസോണൈറ്റ്സ് എന്തുകൊണ്ടാണ് ട്രൈ ഓസോണൈറ്റ്സ് ഉണ്ടാക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിംഗ് എന്തുണ്ട്, നമുക്ക് ഓസോണൈറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയാ. അപ്പൊ ഇതുപോലെ ഇത് ട്രൈ ഓസോണൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ട്രൈ ഓസോണൈറ്റ്സ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിംഗ് 3 double bond. So the reaction of benzene with ozone with the formation of tri ozonide shows that it is having 3 double bond. 3 double bond. ഇനി അടുത്ത കൺഫ്യൂഷൻ, ഈ എല്ലാ ഡബിൾ ബോണ്ടും ഒരുപോലെയാണോ അല്ലെങ്കിൽ ഓരോ ഡബിൾ ബോണ്ടും സ്പെഷ്യൽ ആണോ അല്ലെങ്കിൽ വ്യത്യാസമാണോ? അപ്പൊ ഇതിൽ പറയാണ് when we are going with a substitution reaction, ഇവിടെ ഒരു substitution reaction വരുമ്പോൾ it is only producing only one product. അതായത് ഒരു substitution product വരുമ്പോൾ it is producing only one substitution derivative. അതായത് അതിന്റെ അർത്ഥം എന്താ? എല്ലാ ഡബിൾ ബോണ്ട്സും ഈക്വൽ ആണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടിന് സ്പെഷ്യൽ ക്യാരക്ടർ കൂടുതൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാള് എക്സ്ട്രാ കുറച്ച് പവർഫുൾ ആണെങ്കിൽ അവിടെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ഒരാൾക്ക് പവർ കുറവാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസിംഗ് ഓൺലി വൺ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ്. ഇറ്റ് മീൻസ് ദാറ്റ് ഓൾ ദി ഡബിൾ ബോണ്ട്സ് ഇൻ ബെൻസീൻ ആർ ഈക്വൽ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും all the 6 carbon atom and the 6 hydrogen atom in benzene ring are identical. എല്ലാരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ആർക്കും സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല എന്ന് പറയാം. As it produces only one mono substituted derivatives, it shows that all the carbon and all the hydrogen bond in benzene are identical. അപ്പൊ mono substituted derivatives ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. It shows that all the carbon atom and all the hydrogen atom in this are equal. ഇതിനെ ബേസ് ചെയ്തിട്ട് കെക്കുലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് കെമിസ്റ്റ് ഹി പ്രപ്പോസ്ഡ് എ മോഡൽ. അങ്ങനെ ഈ സ്ട്രക്ചർ ഇപ്പൊ നമുക്ക് കെക്കുലേന്റെ അടുത്താണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാനിവിടെ വരച്ചു വെച്ചിരുന്നല്ലോ. അപ്പം കെക്കുലെ പ്രപ്പോസ് ചെയ്യുക, ഹി പ്രപ്പോസ്ഡ് എ മോഡൽ ബേസ്ഡ് ഓൺ മെനി റിയാക്ഷൻസ്. ഇതൊന്നും അല്ല കേട്ടോ, കുറെ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ബേസ് ചെയ്ത് ഹി പ്രപ്പോസ്ഡ് എ മോഡൽ ഫോർ ബെൻസീൻ. കാരണം ആൽക്കീനിന്റെ ജനറൽ ഫോമിലല്ല, ആൽക്കൈന്റെ ജനറൽ ഫോമിലല്ല, ആൽക്കേനിന്റെ അല്ല. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്തായിരിക്കും ഈ ബെൻസീൻ, പക്ഷെ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ട് താൻ, എങ്ങനെയായിരിക്കും എന്താ. അപ്പൊ ഇങ്ങനെ കുറെ റിയാക്ഷൻസ് ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് വെച്ച് ചെയ്തപ്പോ ഇങ്ങനെ കുറെ അവർക്ക് എന്തെങ്കിലും ഒബ്സർവേഷൻസ് കിട്ടി. അത് വെച്ചിട്ട് അവരിങ്ങനെ തിയററ്റിക്കലി ചെയ്ത് കെക്കുല എന്ന് പറയുന്നത് ഗ്രേറ്റ് കെമിസ്റ്റ് ഹി ഹാസ് പ്രപ്പോസ്ഡ് എ മോഡൽ ഫോർ ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ഇദ്ദേഹം ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞു, ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞപ്പം ഹി എക്സ്പ്ലെയിൻ ദാറ്റ്. അതായത് ഇതിന് there is a possibility if a substitution reaction is carried out. അപ്പൊ ഇത് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടായിക്കൂടെ, ഇങ്ങനെ. അതായത് ഇവിടെ ഈ കാർബൺ, അതായത് ഇപ്പൊ നമ്മൾ C1 എന്ന് പറഞ്ഞു, ഇത് C2, ഇത് C3, ഇത് C4, ഇത് C5, ഇത് C6. C1 ഉം C6ന്റെ ഇടയ്ക്ക് ഒരു ബോണ്ട് ഉണ്ടാവാം. C1, C2, C3, C4, C5, C6. C1, C2ന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാവും, അല്ലെ? ദർ ഇസ് എ പോസിബിലിറ്റി ഈ രണ്ട് സ്ട്രക്ചറിലും ആവാം. അപ്പൊ കെക്കുലെ പറഞ്ഞു if we are carrying out a substitution reaction, there is a possibility of 2 isomeric 1,2 disubstituted product. കാരണം ഇവിടെയും ഉണ്ടാകാം, ചിലപ്പം ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഒരു ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഇവിടെ രണ്ടിടത്തും ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറയാണ് ഇഫ് വി ആർ ക്യാരിയിങ് ഔട്ട് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് 2 isomeric 1,2 disubstituted product. 1,2 disubstituted product ഉണ്ടാവാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ when the reaction was carried out, it was found that there is only one 1,2 disubstituted product. കാര്യം മനസ്സിലാകുന്നുണ്ട്. കെക്കുലെ proposed a model like this with alternate single and double bond. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് he told that when we are carrying out a substitution reaction, then the 1,2 disubstituted product, there will be a chance of 2 isomeric, അതായത് സെയിം molecular formula ഒക്കെ ഉള്ള, ബട്ട് ഓൺലി ദ ഡിഫറൻസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് 1,2 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അതായത് 2 1,2 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഐസോമറിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണാം. പക്ഷേ ഇല്ല, ഒരൊറ്റ പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാരി ഔട്ട് ചെയ്തപ്പോ കണ്ടിട്ടുള്ളൂ, ഒറ്റൊന്ന്. അപ്പൊ ഫ്രം ദാറ്റ് ഹി പ്രപ്പോസ് ദാറ്റ് ഇതിലെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാഗ്നന്റ്, അങ്ങനെ ഉറപ്പിച്ചു നിൽക്കുന്നില്ല. ഇറ്റ് ഈസ് ഹാവിംഗ് എൻ ഓസിലേറ്റിംഗ് നേച്ചർ. വാട്ട് ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദി ഡബിൾ ബോണ്ട് ഇൻ ബെൻസീൻ ഇസ് ഹാവിംഗ് എൻ
ഓസിലേറ്റിംഗ് നേച്ചർ. ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാം, ഇത് ഇവിടെ. അപ്പൊ ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ഓസിലേറ്റിംഗ് സ്ട്രക്ചർ. അപ്പൊ ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? കെക്കുലെ സജസ്റ്റഡ് ദാറ്റ് ദ ബെൻസിൻ ഇസ് ഹാവിംഗ് ആൻ ഓസിലേറ്റിംഗ് സ്ട്രക്ചർ. അതുകൊണ്ടാണ് അത് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരു റിയാക്ഷനിൽ നമ്മൾ ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഹി പ്രപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ഓസിലേറ്റിംഗ് ഡബിൾ ബോണ്ട്. ഇതാണ് ഇദ്ദേഹം കെക്കുലെ പ്രപ്പോസ് ചെയ്ത ഒരു മോഡൽ ഓർ സ്ട്രക്ചർ ഓഫ് ബെൻസിൻ. അപ്പൊ എന്തൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് ബെൻസിൻ ചോദിച്ചിട്ടുള്ളത്? ദ മോളിക്യുലർ ഫോർമുല ഓഫ് ബെൻസിൻ is C6H3, which shows that the molecule is highly unsaturated. Benzene, when reacted with ozone, it produces triozonides, which shows that it is having 3 double bond. Then when we are carrying out a monosubstituted reaction or a substitution reaction, the product formed is only, when we are carrying out a substitution reaction, we are getting only one monosubstituted product. It shows that all the carbon and hydrogen bond in benzene are equal or identical. From this, Kekulé proposed a model like this. And he told that if we are carrying out a monosubstitution or 1,2 disubstitution reaction, there is a possibility of getting 2 isomeric product. But we found that, or it was found that there is only one product or one 1,2 disubstituted product is formed. From there, it was sure that these double bonds are having an oscillating nature, and he proposed that the double bond in benzene is having an oscillating nature. അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And he proposed that these two are the structure of benzene. ഇതായിരുന്നു അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു സ്ട്രക്ചർ. അതായത് either it can be this or this. അതായത് this is an oscillating, അതായത് ഇവരെ ഡബിൾ ബോണ്ടിങ്ങിന് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. either of these structures will be the structure of benzene. ഇതാണ് കെക്കുലെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ബെൻസിൻ. ഇത്ര വരെ ക്ലിയർ ആയോ? Kekulé proposed this structure, but he was not able to explain the stability of benzene. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ cannot explain എന്തുകൊണ്ടാണ് ഇത് ഒരു സ്റ്റേബിൾ, അതായത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഈ ബെൻസിൻ. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇറ്റ് സ്റ്റെബിലിറ്റി? അത് കെക്കുലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് യൂഷ്വലി അൺസാച്ചുറേറ്റഡ് അതായത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ടഡ് അണ്ടർഗോ എഡീഷൻ റിയാക്ഷൻ വെരി ഫാസ്റ്റ്. അല്ലെ, നമുക്കറിയാം എഡീഷൻ റിയാക്ഷൻസ് പെട്ടെന്ന് ക്യാരി ഔട്ട് ചെയ്യും. നമ്മുടെ ആൽക്കീൻ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഹൈഡ്രജനായിട്ടും ക്ലോറിനായിട്ടും ഒക്കെ അഡീഷൻ റിയാക്ഷൻ. ആൽക്കൈൻസ് ആണെങ്കിലും അതിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ വേഗം എന്താണ് എഡീഷൻ റിയാക്ഷൻ. ബട്ട് ബെൻസീൻ, though it is having a double bond, it shows more preference for substitution reaction rather than addition reaction. That explain ചെയ്യാൻ പറ്റില്ല കെക്കുലെ. So Kekulé cannot explain the stability of benzene. Second one, he was not able to explain why benzene undergoes substitution reaction more easily than addition reaction. Addition reaction നടക്കും, but under certain condition. But it preferred to undergo with substitution reaction. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മോഡൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് പഠിച്ച സാധനമാണ് resonance. അടുത്തത് എന്താ? Kekulé has proposed an oscillating nature or oscillating double bond in benzene. അപ്പൊ അതിന്റെ ആ സ്റ്റെബിലിറ്റി ഒന്നും ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല കെക്കുലേക്ക്. അപ്പോഴാണ് നമ്മൾ അടുത്തത് വരുന്നത് റെസൊനൻസ് തിയറി അല്ലെങ്കിൽ റെസൊനൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസിൻ. എന്തായിരുന്നു റെസൊനൻസ്? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കെമിക്കൽ ബോണ്ടിങ്ങിൽ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇഫ് എ സിംഗിൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ലൂയിസിന്റെ ഡോട്ട് സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സെൻട്രൽ ആറ്റം കണ്ടുപിടിച്ച് ഓരോന്നിനും ഡോട്ട് ഇലക്ട്രോൺസ് ഡോട്ടൊക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്. ഇഫ് എ സിംഗിൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ കനോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ്. അതായത് ഒരു സിംഗിൾ ലെവിസ്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതൊന്ന് ഓർമ്മിപ്പിക്കാന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഓസോണിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് 1 2 3 4 5 6 7 8 2 4 2 3 4 5 6 7 8 1 2 3 4 5 6 4 6 2 4 6 8 2. ഓക്കെ, ഇത് നമ്മുടെ ഓസോണിന്റെ സ്ട്രക്ചർ. ഇതന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓസോണിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് തന്നെ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചറും കൂടെ വരച്ചു. 2 4 6 8 2 4 6 8 2 4 6 8. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ആ കെമിക്കൽ ബോണ്ടിങ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് എ സിംഗിൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ കനോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ് of a single molecule, it can be represented in 2 or more different arrangement. അല്ലെ, അവിടെ എന്ത് മാത്രം അറേഞ്ച്മെന്റ് മാറുന്നത്? ഓൺലി ദി ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ മാറുള്ളൂ.
പൊസിഷൻ ഓഫ് ദി ആറ്റമോ അല്ലെങ്കിൽ അവിടെ ബ്രേക്കിങ്ങോ മേക്കിങ്ങോ ഒരു ബോണ്ട് ഒന്നും നടക്കില്ല. ഓൺലി ദി പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആൻഡ് ദീസ് ടു, അതായത് ഈ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓസോൺ എന്ന് പറഞ്ഞ ആളുടെ ഫുൾ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ബെൻസീൻ എന്ന് പറഞ്ഞ ആള്. ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, it is showing an oscillating double bond. It means that it is showing a resonance, that is a single electron pair structure, or the single picture of an or single Lewis dot structure of benzene cannot explain all the properties of these benzene. So it has to be represented with two or more different structure. Benzene case le രണ്ട് different structures വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ടിനും നമ്മൾ പറയുന്ന പേരെന്താ? റെസണൻസ് സ്ട്രക്ചേഴ്സ് ഓർ കനോണിക്കൽ ഫോംസ് എന്ന് പറയുന്നു. വൈ ദിസ് ഇസ് ദെയർ? ബിക്കോസ് സിംഗിൾ സ്ട്രക്ചർ, ഈ ഒരൊറ്റ പിക്ചർ കൊണ്ട് ബെൻസീന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരൊറ്റ പിക്ചർ കൊണ്ട് വി കനോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് ആയിരിക്കും. എന്താ പറയുക, ഇതിന്റെ രണ്ടെണ്ണത്തിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ ബെൻസീന്റെ ഒറിജിനൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെസണൻസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻ വാലൻസ് ബോണ്ട് തിയറി. ദാറ്റ് ഇസ് if a single Lewis dot structure cannot explain all the properties of a molecule or a compound, it requires two or more different pictures or different arrangement. And these different arrangement of electrons or these different structures are known as canonical forms or resonance forms. ഇതിന്റെ ഒരു ഒറിജിനൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻ ബിറ്റ്വീൻ ഓഫ് ഓൾ ദീസ്, ഇതിന്റെ ഒരു ഹൈബ്രിഡ് ആയിരിക്കും. ഈ റെസണൻസ് സ്ട്രക്ചേഴ്സിന്റെ എല്ലാം കൂടെ എന്തായിരിക്കും? ഒരു ഹൈബ്രിഡ് ആയിരിക്കും. അത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. വാട്ട് ദിസ് റെപ്രസെന്റ്, ഈ നടുക്ക് വരുന്ന ഈ ഡോട്ടഡ് സർക്കിൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ദർ ആർ ഈ 3 ഡബിൾ ബോണ്ട്സ്, ഇറ്റ് ഇസ് ഓസിലേറ്റിംഗ്. അപ്പം ഇവരുടെ ഒരു ഇൻ ബിറ്റ്വീൻ ആണ് ഇവരുടെ ഒരു സ്ട്രക്ചർ. പിന്നെ അതേപോലെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഈ രണ്ട് കനോണിക്കൽ സ്ട്രക്ചേഴ്സിനും എന്താണ്? ഈക്വൽ എനർജി ആയിരിക്കും. സോ ദീസ് ടു വിൽ ബി ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ദിസ് റെസണൻസ് സ്ട്രക്ചർ. ഇവർക്ക് രണ്ടാൾക്കും ഐഡന്റിക്കൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും. രണ്ടാളും ഒരേപോലത്തെ ആൾക്കാരാണ്, ഐഡന്റിക്കൽ എനർജിയാണ്. സോ ദേ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ്, ബോത്ത് വിൽ ബി, രണ്ടുപേരും ഒരുപോലെ ഈ റെസണൻസ്, അതായത് റെസണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ, ഇവരുടെ രണ്ടാളുടെയും കൂടെ നടുക്കുള്ള ഒരു സ്ട്രക്ചർ. അപ്പൊ ഇവർ രണ്ടാളെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു റെസണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, യെസ്, ഇപ്പം ഇനി ഇവരുടെ ബോണ്ട് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോ നമുക്കറിയാം ഇത് ഡബിൾ സിംഗിൾ. പക്ഷെ ഒറിജിനൽ നമ്മൾ ബെൻസീൻ എടുക്കുമ്പോൾ ഇതിന്റെ ബോണ്ട് എന്ന് പറയുന്നത് നൈദർ ഡബിൾ ബോണ്ട് നൈദർ സിംഗിൾ ബോണ്ട് അല്ല, സിംഗിളും അല്ല ഡബിൾ ബോണ്ട് അല്ല, ബട്ട് ഇൻ ബിറ്റ്വീൻ ഇവരുടെ നടുക്കുള്ളതാണ്. ദാറ്റ് ഈസ് ദ ബോണ്ട് ലെങ്ത് ഓഫ് this carbon-carbon bond length in benzene is found to be approximately 1.39 angstrom. It is between 1.34 angstrom. Carbon-carbon double bond ആണെങ്കിലും 1.59 angstrom ആണ് carbon-carbon single bond. അപ്പൊ ഇവരുടെ രണ്ടാളും in between ആണ്, 1.54 ആണ്. ഇൻ ബിറ്റ്വീൻ ആണ് ഈ ഒരു കാർബൺ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ, നൈദർ സിംഗിൾ ബോണ്ട് അല്ല നൈദർ ഡബിൾ ബോണ്ട് അല്ല, ബട്ട് ഇൻ ബിറ്റ്വീൻ. ഇവരുടെ ഒരു റെസണൻസ് ആണ്, അതൊരു ഹൈബ്രിഡ്, അതായത് ഇവർ രണ്ടാളും കൂടെ ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ ബെൻസീൻ എന്ന്. നമ്മൾ റെസണൻസ് എടുക്കുമ്പോൾ ഈ കോൺസെപ്റ്റ് നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്? സോ ദിസ് ഇസ് ദി റെസണൻസ് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റെസണൻസ് ഹൈബ്രിഡ്. ദിസ് ഇസ് എ റെസണൻസ് ഹൈബ്രിഡ് ഓഫ് ദീസ് ടു സ്ട്രക്ചേഴ്സ്. അപ്പം എന്തിനാണ് ഈ റെസണൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം എന്താ? സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ ഇസ് ഇൻക്രീസിങ്. അപ്പം ബെൻസീന്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസണേറ്റിംഗ് സ്ട്രക്ചർ. അതിന്റെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അപ്പൊ ആദ്യം ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേൾക്കിലേക്ക്, അത് എവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ബൈ യൂസിംഗ് ദിസ് റെസണൻസ് തിയറി. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദിസ് റെസണൻസ് തിയറി? ഇഫ് എ മോളിക്യൂൾ ഓർ ദ പ്രോപ്പർട്ടി ഓഫ് എ മോളിക്യൂൾ cannot be explained by a single Lewis dot structure, it requires two or more structures to explain, and that is known as resonance structures or canonical form. Benzene is also having a resonating structure, that is inginonelda, and these two are the two resonance structures, and these are resonating structures eppozhum nammal engane kadikka double headed atom aanu, and the original structure of benzene, or it's a structure in between of these two canonical forms,
and this is the resonance hybrid. This is known as the resonance hybrid. ഇതെന്താ കാണിക്കുന്നത്? നടുക്ക് ഈ ഇലക്ട്രോൺസ് pi electrons are delocalization എന്നാണ് കാണിക്കുന്നത്. When we compare the bond length, it was found that the bond length of carbon-carbon bond length is approximately 1.39 angstrom, which is in between that of double bonded 1.34 and the single bond 1.54, and it shows that the carbon-carbon bond is neither a single bond, neither a double bond. It is just in between to that of double and സിംഗിൾ ബോണ്ടാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്. റെസൊണൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഗ്രേറ്റർ ദി റെസൊണൻസ് സ്ട്രക്ചർ ഓർ മോർ ദി നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ, മോർ ഇസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. അപ്പൊ ഈ റെസൊണൻസ് സ്ട്രക്ചർ, റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ബെൻസീന് ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തത് ഓർബിറ്റൽ പിക്ചർ ഓഫ് ബെൻസീൻ. ഓർബിറ്റൽ പിക്ചർ ഓഫ് ബെൻസീൻ. ഇനി ബെൻസീന്റെ സ്ട്രക്ചർ നമ്മൾ മോളിക്യുലാർ ലെവൽ അല്ലെങ്കിൽ അവരുടെ ഓർബിറ്റൽ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അത് വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മളെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ, കാർബൺ ഹാവിംഗ് ഡബിൾ ബോണ്ട് സിംഗിൾ, അതല്ല നമ്മൾ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ എളുപ്പം, ഞാൻ എപ്പോഴും ഇതൊന്ന് വരച്ചിട്ടാൽ മതി, അങ്ങനെ എളുപ്പമാണ്. ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. All the carbon atom in benzene is sp2 hybridized. Double bonded ആണ്. ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp2. ഇനി അത് ഡൗട്ട് ഉള്ളവരുണ്ടോ? ഇല്ലല്ലോ. കാർബണിന്റെ അറ്റോമിക് നമ്പർ, what is the atomic number of carbon? 6. അപ്പൊ എങ്ങനെ എഴുതാ? 1s2, 2s2, 2p2, 2p2. ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 1s ഞാൻ വരയ്ക്കുന്നില്ല. 2s, 2p. എങ്ങനെയാണ്? ഇവിടെ രണ്ടെണ്ണം, ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഒരു ഇലക്ട്രോൺ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ എസ് നിന്ന് ഒരു പിയിലേക്ക് പോയി. അപ്പൊ 2s, 2p. ഇനി നോക്കേ, ഒരു കാർബണിന് എത്ര ഓർബിറ്റൽസ് വേണം? ഈ കാർബണിന് ഈ കാർബണായിട്ട് ബോണ്ട് ചെയ്യണം, ഈ കാർബണിന് ഈ കാർബണായിട്ട് ബോണ്ട് ചെയ്യണം, ഈ കാർബണിന് ഹൈഡ്രജന് വേണം. അങ്ങനെ 3 ഓർബിറ്റിൽ വേണം. 3 ഓർബിറ്റിൽ വേണമെങ്കിൽ ഏത് ഹൈബ്രിഡൈസേഷൻ എടുക്കേണ്ടത്? sp എടുത്ത 2 ഓർബിറ്റിലേക്ക് കിട്ടും, sp2 എടുത്താൽ 3 ഓർബിറ്റിൽ കിട്ടും. അപ്പൊ ഏതാ വേണ്ടത്? sp2. ഇതുകൊണ്ടാണ് കാർബൺ ഇസ് അണ്ടർഗോയിങ് sp2 ഹൈബ്രിഡൈസേഷൻ കേട്ടോ. അപ്പം ഇത് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഉണ്ടല്ലോ ഡീറ്റെയിൽ എത്രയോ തവണ എടുത്തതാ. So the first point, how to explain the orbital picture of benzene or molecular diagram of benzene ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, the carbon, each carbon in benzene is undergo sp2 hybridization. sp2 hybridization. അപ്പം sp2 hybridization നമുക്കറിയാം. each sp2 3 orbitals will be there. ഈ 3 orbitals എങ്ങനെയൊക്കെയാണ് ബോണ്ട് ചെയ്യാം? Three orbital, that is there are 3 sp2 orbitals in each carbon atom. 2 sp2 hybrid orbitals are used by each carbon atom to bond with the other carbon atom. 3 എണ്ണത്തില് 2 orbital they are using to bond with other carbon atom, and one sp2 hybridized orbital is used to form a bond with the hydrogen atom. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇവിടെ എന്തുണ്ട് റിമൈനിങ് ആയിട്ട്? നമുക്കറിയാം എസും 2 പിയും ആണ്. ഒരു പിയിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുണ്ടോ? ദ അൺഹൈബ്രിഡൈസ്ഡ്, അതായത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ദ പി ഓർബിറ്റൽ വിൽ ബി പ്രസന്റ് ഇൻ ഈച്ച് കാർബൺ ആറ്റം. അല്ലെ, ഓരോ കാർബൺ ആറ്റത്തിലും ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ടാവും. ദേ ഓവർലാപ്പ് ലാറ്ററലി ടു ഫോം ഡബിൾ ബോണ്ട്. ദേ ഓവർലാപ്പ് ലാറ്ററലി ടു ഫോം ഡബിൾ ബോണ്ട്. ഇനി അത് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? ഇതിപ്പോ C1, ഇത് C2, ഇത് C3, ഇത് C4, ഇത് C5, ഇത് C6 ആണെങ്കിൽ either the bonding will be between C1 and C2, C3 and C4, C5 and C6. അല്ലെങ്കിൽ നേരെ തിരിച്ചുണ്ടായിക്കൂടെ? ഈ C6, C1, then C2, C3, then C4, C5. So the unhybridized p orbital of each carbon atom undergo lateral overlap to form pi bond. And it was found that the benzene is a
planar molecule. എന്താണ് ബെൻസീൻ ഒരു planar molecule ആണ് with 3 sp2 orbital. After this, 2 sp2 orbitals are used to form bonding with each carbon atom, and 1 sp2 hybridized orbital is used to form a bond with the hydrogen atom. The remaining 1 unhybridized orbital of each carbon atom overlap laterally to form pi bond. These overlap can either take place. ഈ രണ്ട് ഡയഗ്രാം വെച്ച് കാണിക്കുക. ഒന്ന് ഇത് വരയ്ക്കുക, പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം അത് വരച്ച് ഞാൻ കാണിക്കണം. ഇങ്ങനെ, അതായത് ഓക്കെ, ഇത് C1 C2 ആണെങ്കിൽ ഇതിപ്പോ എങ്ങനെയാണ്? ഇത് C6 C1 C2 C3 C4 C5. So it can either be എങ്ങനെ വേണമെങ്കിൽ ഓവർലാപ്പ് നടന്നിട്ട് and they will form a pi bond. ഇത്ര വരെ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് എന്തുകൊണ്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഹാസ് ഷോൺ ദാറ്റ് ബെൻസീൻ ഇസ് എ planar molecule. The 6 electrons in benzene ring is completely delocalized or spreaded over all these carbon atom. ഈ 6 electrons pi electrons എന്താണ് completely delocalized or spread over all these 6 carbon atom. ഇവരിൽ എല്ലാവരെയും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് it is neither a single bonded or a double bonded. അല്ലെങ്കിൽ ഈ carbon bond in benzene is neither a single bond or double bond. The bond length is നമ്മൾ നേരത്തെ പറഞ്ഞ 1.39, which is in between that of 1.34 and 1.59. This is carbon-carbon double bond and carbon-carbon single bond. And this shows that the bond length or carbon-carbon bond length is in benzene is in between that of double and single bond. So it is neither a single bond, it's neither a double bond. This is the reason why it is not undergoing participation in addition reaction. Addition reaction ആരെല്ലാം കൂടുതൽ നടക്കുക? ഡബിൾ ബോണ്ട്. ഇത് ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ട് ആണോ? അല്ല, ഇവർ രണ്ടാളും കൂടി ഒരു മിക്സ്ചർ ആണ്. So what we can say, this is the reason why it is not undergoing or participating in an addition reaction. These are the reason, or this the nature, or this orbital picture of benzene gives us explanation why it is having an extra stability or why it is not participating in addition reaction. Rather it prefers to undergo its substitution reaction. Clear ആയോ എന്താണ് orbital picture of benzene? അപ്പോൾ ചോദിക്കും why benzene is not participating in addition reaction or prefer substitution reaction. അപ്പോൾ നമ്മൾ explain ചെയ്യേണ്ടത് ഇതാണ്. Each carbon atom in benzene is undergoing sp2 hybridization. It bond with the 3 sp2 orbitals, and one sp2 is used to bond with the carbon atom, and one is used for the formation of hydrogen atom, and the remaining one unhybridized p orbital, which is lying perpendicular to the plane, is overlapped to form pi bond. The pi bonding either can be in a position or it can be in this position. X-ray diffraction study shows that the carbon-carbon bond is neither a single bond, neither a double bond. Its bond line lies in between that of double and single bond. So it does not have a double or single bond. This is the reason why it is not participating in addition reaction. Due to this extra stability or due to this resonating structures or these character that is neither double or not single bond, it is showing extra stability. അപ്പോൾ നമുക്ക് രണ്ട് റീസൺ തെക്കിലേക്ക് പറയാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഈ ഓർബിറ്റൽ ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നു, that is it shows that X-ray diffraction study shows that this benzene is a planar molecule. ഇതൊരു planar molecule ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ കാര്യത്തിൽ എഴുതണം. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആരോമാറ്റിസിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു aromatic compounds are those which are having a benzene ring ആണ്, അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് ഇല്ലാത്ത ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയും? aromatic. അപ്പൊ ഈ ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള നമ്മളാണ് ബെൻസീൻ, അതിന്റെ aromaticity എന്താണ്, അവരെങ്ങനെയാണ് ഒരു aromatic compounds എന്ന് പറയുന്നത്? അതിന് പറയുന്ന ഒരു കാര്യമാണ് aromaticity. aromaticity എന്നൊരു കോമ്പൗണ്ട് aromatic ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു റൂളാണ്. That is, aromaticity was or explained or is defined by Huckel ആണ് നമുക്ക് aromaticity ഒരു റൂള് പറഞ്ഞു തന്നത്. അതായത് ഒരു കോമ്പൗണ്ട് aromatic ആണോ അല്ലേ എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ്, a compound it should be aromatic, then it should have a planar structure ആയിരിക്കണം. അതിലൊരു planar structure ആയിരിക്കണം. Second one, it should contain 4n plus
4n+2 pi ഇലക്ട്രോൺസ്. അതായത് അതിലിപ്പം നമ്മളിപ്പോ ബെൻസീനാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ എത്ര റിംഗ് ഉണ്ട്? ഒരു റിംഗ് അല്ലെ. അപ്പം ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിംഗ്സ് ആണ്. നാഫ്തലീൻ എന്ന് പറയുന്നത് എത്ര റിംഗ്സ് ഉണ്ട്? 2 റിംഗ്സ്. അപ്പം എത്ര റിംഗ് ഉണ്ടോ ആ റിംഗിനെ കമ്പയർ ചെയ്തിട്ട് അതിൽ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പൈ ഇലക്ട്രോൺ ഉണ്ടോ നോക്കാം. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ബെൻസീനില് 1 റിംഗ് അല്ലെ. ഇതിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6 അല്ലെ. അതായത് ഓരോ ഡബിൾ ബോണ്ട് നമ്മൾ എന്താ 2 ഇലക്ട്രോൺസ്. അപ്പം 2, 4, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക. 4 × 1 + 2 1 റിംഗ് അല്ലേ. That's equal to 6 pi electrons. So benzene is a aromatic compound. Now, on that it should be planar. It should follow that it should contain 4n+2 pi electron, and it should be a conjugated. It should be a conjugated molecule. Conjugated na single double single. അങ്ങനെ alternate ആയിട്ട് single double single double. അങ്ങനെ alternate ആയിട്ടുള്ള related ആയിട്ടുള്ള highly unsaturated cyclic compound which follows that is 4n+2 pi electrons are called as aromatic compounds. So aromatic compounds എന്തൊക്കെയാണ് വേണ്ടത്? അവരുടെ characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one, it should have a planar molecule ആയിരിക്കണം, it should be conjugated ആയിരിക്കണം, and it should follow 4n+2 pi electrons ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കുറച്ചുകൂടെ മോളിക്യൂൾസ് ഞാൻ തരാം. അവരൊക്കെ aromatic ആണോ എന്ന് നോക്കി നോക്കൂ. നാഫ്തലിൻ aromatic ആണോ നമ്മൾ നോക്കണം. പ്ലാനാർ ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാൻ അത് എക്സ്റേ സ്റ്റഡീസിനെ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. എക്സാം പേപ്പറിൽ പ്ലാനാർ ആണോ അത് നമ്മൾ നോക്കേണ്ട. അതൊക്കെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലേ പറയാൻ പറ്റുള്ളൂ. അത് ഇൻപ്ലെയിൻ ആണോ ഔട്ട് പ്ലെയിൻ ആണോ അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ബോണ്ട് അത് നമ്മൾ നോക്കണ്ട. നമ്മളിപ്പോ നമുക്ക് മെയിൻലി നോക്കുന്നത് കോൺജുഗേറ്റഡ് ആണോ. സെക്കൻഡ് വൺ ഇലക്ട്രോൺസിന്റെ നമ്പർ സെയിം ആണോ. ഇതാണ് നാഫ്തലിൻ. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇതാണ് നാഫ്തലിൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മുടെ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. 4n എന്ന് പറഞ്ഞാൽ 2 എത്ര റിംഗ്സ് ഉണ്ടോ എന്നുള്ളത്. 2 4 × 2 + 2 4 to 8 10 പൈ ഇലക്ട്രോൺ. ഉറപ്പാണല്ലോ. അപ്പം നമ്മുടെ നാഫ്തലിൻസ് okay, naphthalene is a aromatic compound. Then anthracene. Okay, this is okay. 2, 4, 6, 8, 10, 12, 14 pi electrons ഉണ്ട്. ഇത് ആന്ത്രസീൻ ആണ്. അപ്പൊ നമ്മൾ നോക്കാം 4n+2 pi electron. 4 × 3 4 3s are 12 + 2 14 pi electron. കറക്റ്റ് അല്ലേ? അപ്പൊ എന്താണ് ആന്ത്രസീനും എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഇനി വേറെ 1, 2, 3 തരട്ടെ. നിങ്ങൾ നോക്കി നോക്കൂ. ഇതിന്റെ പേരെന്താണ്? ദിസ് ഇസ് സൈക്ലോപെന്റാഡൈഈനൈൽ ആനയോൺ. ഇത് ആരോമാറ്റിക് ആണോ? ഇതിൽ കണ്ടത് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നോക്കൂ, ഡബിൾ സിംഗിൾ, ഇവിടെ ഒരു പൈ ഇലക്ട്രോൺ, പിന്നെ ഒരു സിംഗിൾ ഡബിൾ സിംഗിൾ. ഇത് കോൺജുഗേറ്റഡ് ആണ്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4 ഇലക്ട്രോൺ. ഇവിടെ 2 എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ്. ബിക്കോസ് ദിസ് ഇലക്ട്രോൺസ് ഇസ് എക്സ്ട്രാ ഇലക്ട്രോൺ, ഇറ്റ് ഇസ് അണ്ടർഗോയിങ് ഡീലോക്കലൈസേഷൻ. അപ്പൊ ഇതിനെ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു റിംഗ് 4 × 1 + 2 that is equal to 6 പൈ ഇലക്ട്രോൺ. ചോദിക്കാം, സൈക്ലോപെന്റാഡൈഈനൈൽ ഈസ് എൻ ആരോമാറ്റിക് ഓർ എ നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയണം ഇതാണ് സൈക്ലിക് ആയിട്ടുള്ള അതായത് 5 കാർബണുള്ള സൈക്ലിക് ഗ്രൂപ്പാണ്. അതിലെന്താ ഡൈഈനൈലാ, 2 ഡബിൾ ബോണ്ട് ഉണ്ട്, കാറ്റ് ആനയോൺ ആണ്. ഇവിടെ ഒരു എക്സ്ട്രാ 2 ഇലക്ട്രോൺസ് ഉള്ള ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് ഹാവിംഗ് 6 പൈ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഇസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പൊ ഒരിക്കലും വിചാരിക്കരുത് ചാർജ് ഉള്ള ആൾക്കാരോ ചാർജ് ഇല്ലാത്ത ആൾക്കാരോ ഒന്നാണ് ആരോമാറ്റിക്. ഇല്ല, എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉള്ളതും കാറ്റിയോൺസ് ഒക്കെ ഉണ്ട് ആരോമാറ്റിക്. യു ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് ഫോളോയിങ് ദിസ് കോൺജുഗേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഫോളോയിങ് എന്താണ് നമ്മുടെ ഹക്കിളിന്റെ റൂള്. ദാറ്റ് ഇസ് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ആണ്.
അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ആണ് കമേഴ്ഷ്യലി, അതായത് കമേഴ്ഷ്യൽ പർപ്പസിന് നമ്മൾ ബെൻസീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഓയിൽ ഫ്രാക്ഷൻ എന്നാണ്. ലൈറ്റ് ഓയിലിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ലൈറ്റ് ഓയിൽ ഫ്രാക്ഷൻ, അതായത് ലൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് that is oil which is having low specific density കുറവായിരിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടുതൽ കുറവായിട്ടുള്ള അങ്ങനത്തെ ലിക്വിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ലൈറ്റ് ഓയിൽ എന്ന്. ഈ ലൈറ്റ് ഓയിൽ നമുക്ക് ഈ ക്രൂഡ്, അതായത് നമ്മുടെ കോൾട്ടാറിനൊക്കെ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ ലൈറ്റ് ഓയിൽ. അപ്പൊ ഈ ലൈറ്റ് ഓയിലിന് ഈ ലൈറ്റ് ഓയിലിൽ ലാർജ് എമൗണ്ട് ഓഫ് ബെൻസീന്, അതേപോലത്തെ ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള ഫീനോൾസ്, പിരിഡിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ലൈറ്റ് ഓയിൽ ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ബെൻസീന്, ലൈറ്റ് ഓയിലിന് നമുക്കറിയാം ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്, ഫ്രാക്ഷണൽ പ്രോസസ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ യൂഷ്വലി ബെൻസീനെ കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാറുള്ളത്. ലൈറ്റ് ഓയിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം, ഇറ്റ് ഇസ് എൻ ഓയിൽ വിത്ത് ലോ സ്പെസിഫിക് ഡെൻസിറ്റി, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത്. അത് എവിടുന്നാ കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾട്ടാറിനൊക്കെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ലൈറ്റ് ഓയിൽ. അതിൽ ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോ കാർബൺസ് ലൈക് ബെൻസീന്, പിരിഡീന്, അതേപോലത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ കമേഴ്ഷ്യലി വി ആർ പ്രിപ്പയറിംഗ് ബെൻസീൻ ഫ്രം ദി ലൈറ്റ് ഓയിൽ ഫ്രാക്ഷൻ എന്നാണ്. പക്ഷേ നമുക്ക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കറിയാം. ഫസ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഇസ്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ദാറ്റ് ഇസ് ഫ്രം ഇഥൈൻ. ഫ്രം ഈഥൈൻ. ഈഥൈനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈഥൈൻ ഓർമ്മയുണ്ടോ? That is ethane gas when passed through red hot tube 1500 degrees Celsius to 1000 degrees Celsius. എന്ത് കിട്ടും നമുക്ക്? ബെൻസീനെ കിട്ടുക. ഞാൻ പഠിപ്പിച്ചതാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ ഈഥൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈഥൈൻ when passed through red hot iron tube at almost high temperature we will be getting benzene ആണ്. Second one is from sodium salt of benzoic acid. അതായത് നമ്മുടെ ആസിഡിന്റെ സോഡിയം സോൾട്ട്, ഏതിന്റെ? ബെൻസോയിക് ആസിഡ്. നമുക്ക് വേണ്ടത് ബെൻസീൻ അല്ലേ? അപ്പൊ നമ്മൾ ബെൻസോയിക് ആസിഡ് തന്നെ COH, അതിന്റെ സോഡിയം സോൾട്ട്. അപ്പൊ അതിൽ നിന്ന് H പോയിട്ട് N, അതിനെ നമ്മൾ സോഡ ലൈം. എന്താണ് ഈ സോഡ ലൈം? വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യം. എന്താണ് ഈ സോഡ ലൈം? സോഡ NaOHും CaO മിക്സ്ചറിനെയാണ് സോഡ ലൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡ ലൈം വി ആർ ഗെറ്റിംഗ് ബെൻസീൻ. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ വട്ടിട്ടാ നിങ്ങൾ മനസ്സിലാക്കണം എന്താണത്. ഡീലോക്കലൈസേഷൻ ഇലക്ട്രോൺസ് കാണിക്കണം. Na2CO3, that is decarboxylation of sodium salt of benzoic acid. Sodium salt of benzoic acid when treated with soda lime, it undergo decarboxylation to produce benzene. അടുത്ത നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഫീനോൾ എന്നത് കുറെ ഉണ്ട് കേട്ടോ. ക്ലോറോബെൻസീൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഫീനോൾ വെൻ ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will be getting benzene plus zinc oxide. High temperature ആണ്, that is phenol when treated with zinc dust we will be getting benzene plus ZnO. അപ്പൊ ഈ 3 പ്രിപ്പറേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. പ്രിപ്പറേഷൻസ് നിറച്ചുണ്ട് കേട്ടോ. സോ എന്തൊക്കെയാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ എടുത്തത് എന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കുറെ നേരം നമ്മൾ പഠിക്കണം. എന്താണ് പറഞ്ഞത്? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, അവരുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു, അവരുടെ സ്റ്റെബിലിറ്റി എന്തുകൊണ്ടാണ്, വൈ ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അഡീഷൻ റിയാക്ഷൻ. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ പ്രിഫർ മോർ ടു ബി ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പിന്നെ എന്താണ്? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് നൈദർ ഇറ്റ് ഇസ് നോട്ട് ഹാവിംഗ് എ ഡബിൾ ബോണ്ട് or a single bond, their bond is in between that of double and single bond. അതാണ് അവര് ശരിക്കും അഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു കാര്യം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അയ്യോ ബെൻസീൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻ, ബട്ട് ഇറ്റ് പ്രിഫർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റാദർ ദാൻ അഡീഷൻ റിയാക്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് ഞാൻ ഈ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമന്റ്സിൽ ഇടുക. എല്ലാവരും എത്ര വീഡിയോ ഉണ്ട് ഈ ലെസൺ, ഈ വീഡിയോ എത്ര ലെസൺ ഉണ്ട്? 2 വീഡിയോസ് എന്തായാലും എനിക്ക് വേണ്ടത് തീർക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം.